നിശ്ചിത തുക നമ്മൾ കൊടുക്കണം. പിന്നെയാണ് കമ്പനിയുടെ ലാഭം. ശരിക്കും പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിച്ച് അതിനെ MRP എന്ന ടാഗിലേക്ക് നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ നോക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ല ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ഒരു കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഉപഭോക്താക്കളിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് ഇത്രയും ഇടത്തട്ടുകാരിലൂടെ കൈമാറ്റം ചെയ്തിട്ട് എത്തൂ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളുടെ കൂടെ തന്നെ 2 കാര്യങ്ങൾ എക്സ്ട്രാ വരും. ഒന്ന് ഇടത്തട്ടുകാരും, ഒന്ന് പരസ്യക്കാരും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ ഈ 10 രൂപയ്ക്ക് നിർമ്മിക്കുന്ന സാധനം 20 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത്. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ 2 ആൾക്കാരും കൂടി വന്നു. അവർക്ക് സത്യത്തിൽ കാശ് കൊടുക്കുന്നത് കമ്പനിയല്ല, നമ്മളാണ്. കാരണം ആവശ്യക്കാരാരാ? നമ്മളാണ്. ഇത് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നവും നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഇടത്തട്ടുകാരും പരസ്യക്കാരിലൂടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കുണ്ടാവുന്ന ആദ്യത്തെ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വില കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. എന്റെ കണക്കാണ് 8 പേര് എന്നുള്ളത്. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന കണക്കനുസരിച്ച് ഒരു കമ്പനിക്കും ഒരു കസ്റ്റമറിന്റെ ഇടയിൽ 14 തരത്തിലുള്ള ഇടത്തട്ടുകാരുണ്ട്. എത്ര? 14 തരത്തിലുള്ള ഇടത്തട്ടുകാരുണ്ട്. അപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അമിതമായിട്ടൊരു കാശ് ഈടാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ഇടത്തട്ടുകാരൊക്കെ നല്ല രീതിയിൽ വളർന്ന് പന്തലിക്കും. നമ്മൾ മുരടിച്ച് പോകും. കാരണം മാസാവസാനം നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഈ ചെലവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് സമൂഹത്തിൽ വെറും 20% മാത്രം നിൽക്കുന്ന ഈ പറഞ്ഞ ഇടത്തട്ടുകാരാണ്. ഇതിന്നൊരു മാറ്റമാണ് RCM എന്ന പ്രസ്ഥാനം മുന്നിലോട്ട് വയ്ക്കുന്നത്. കാരണം ഈ പറഞ്ഞ ഇടത്തട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കമ്പനിയിൽ നിന്ന് ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ സാധ്യമാണ്. തീർച്ചയായിട്ടും സാധ്യമാണ്. കാരണം 1960കളിൽ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉടലെടുത്തു. 1990 ആയപ്പോഴാണ് അത് ഇന്ത്യയിലേക്ക് വന്നത്. 2000 ഓഗസ്റ്റിലാണ് RCM എന്ന കമ്പനി രൂപം കൊള്ളുന്നത്. RCM എന്ന കമ്പനി രൂപം കൊണ്ടപ്പോൾ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് അവരെടുത്തത്. ഒന്നാമത്തെ തീരുമാനം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ഉൽപ്പന്നം കൊടുക്കുന്നു.